ഞങ്ങൾ ഫ്ലോറ ഫാൻറ്റസിയുടെ 2ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാം എപ്പിസോഡായിട്ടത്. ഞങ്ങൾ പാർട്ട് 2ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം പാർട്ട് 1 ഒതുങ്ങൂല വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ വണ്ടർലയിലുള്ള നമ്മളെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ആ വെള്ളം. മീനൊന്നായിട്ട് വെള്ളം നിറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ചാടണം, പുറത്തേക്ക് ഇങ്ങോട്ട് ചാടണം. അതിൻ്റെ ചോട്ടൊക്കെ എത്ര ആളുകളാണെന്ന് അറിയാം. അതിനും വേണ്ടി പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ അതിനും വേണ്ടി വന്നിട്ടുണ്ട് അവിടെ. ആദ്യമോന് ട്യൂബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഓൻ അതിൽ ചാടാനോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനോ ഒന്നിനും താല്പര്യം. പിന്നെ കിട്ടിയ ട്യൂബ് വലിയ ട്യൂബാട്ടാ. ഒരാദ്യമോനും കൂടി അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങാൻ പറ്റിയ ട്യൂബായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയില്ല. പിന്നെ ഒരു പ്രത്യേകത ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അവിടെ. അത്ര വലുതൊന്നുമില്ലെങ്കിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഈ നല്ല വെയിലായിരുന്നു. കാരണം ഇത്രയും മഴക്കാലത്ത് ഈ ജൂണിലും ഇത്രയും വെയിൽ കിട്ടുന്ന ഒരു ദിവസം തരേണ്ടത്. ഞങ്ങൾ ഇവിടുന്ന് ബൈക്കായിട്ടല്ല പോയത്. അത്രയും കണ്ടീഷനായിട്ട് വെയിലായിരുന്നു. ഒരു തരി പോലും മഴ ഇല്ല എന്ന് തന്നെ പറയാം ഇന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങളിത് അടുത്തത് തിരമാലൻ്റെ ഇതിലേക്കാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. തിരമാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെറ്റപ്പാട്ടോ. ഒരുപാട് ജനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നൊക്കെ കൂടിയാണ് എത്ര ആളുകൾ വന്നു പെട്ടതെന്നറിയില്ല. കാരണം അത്രയോ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ. തിരമാല വരുന്നതിൻ്റെ മുന്നേ തന്നെ തൊട്ട് മുന്നേ തന്നെ ആയിട്ട് അത് ചെറിയൊരു കടൽ എന്ന് പറയാം. ചെറിയൊരു തിരമാലുള്ള അത് മൊത്തം ജനങ്ങളായി. ഇതൊരു ചെറിയവരും വലിയവരും കുട്ടികളും എല്ലാവരും ഒരുപാട്. കാരണം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമല്ലേ, പെരുന്നാൾ ലീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് വന്നതാട്ടോ. ഒരുപാട് ആളുകൾ. ഞങ്ങൾ പോണ നേരത്തൊക്കെ വണ്ടി നോക്കിയപ്പോഴാണ് ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുറച്ച് 1, 2, 3 വണ്ടിയൊന്നുമല്ല, ഒരുപാട് ജനം. അത്രയും ജനം, ഭയങ്കര തിരക്കാട്ടോ അവിടെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉള്ളവരാട്ടോ, ഒരുപാട് ദൂരമുള്ളവരും ഉണ്ടാവും, അടുത്തുള്ളവരും എല്ലാവരും ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ പെരുന്നാൾ ലീവൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ആളുകളല്ലേ മൊത്തത്തിൽ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പേട്ടൻ ആദ്യനെ കൊണ്ട് തന്നെ കാര്യമായിട്ട് ആദ്യമൊരു വൈബായിക്കോട്ടെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയതിട്ട്. അപ്പോൾ ആദ്യമോനെ തന്നെ വെള്ളത്തിൽ ഓനാണ്ട് വിടണം. ഓനെ വിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഓന് പ്രശ്നം. വിട്ട് കൊടുക്കാനാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വെള്ളം ഇങ്ങനെ അരയ്ക്കൊപ്പം ഓൻ്റെ കഴുത്തിനൊപ്പം വെള്ളമുണ്ട്. പിന്നെ ഈ തിരമാല വരുമ്പോൾ വെള്ളം ഒന്നും കൂടി തലയിൽ കൂടി കയറി മൂക്കിലും വായിലൊക്കെ വെള്ളം കുടിക്കുക. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. കാരണം വെള്ളം ഒരുപാട് വായിലും ഇത് മൂത്തൊക്കെ കൂടി കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം തിരമാല ഹൈറ്റിനനുസരിച്ച് കുട്ടികൾക്കൊന്നും കരം വരെ നീന്താമല്ലോ. ഓനെ വിടാഞ്ഞിട്ടാണ് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സംഗതി ഒരു പ്രത്യേകതരം വൈബ് തന്നെ കേട്ടോ. അത്രയും ജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് DJ പാട്ട് നല്ല സെറ്റപ്പ് പാട്ട് ഇട്ടിരുന്നു കേട്ടോ. ഒരു നല്ല സെറ്റപ്പ് പാട്ടുണ്ട്. തന്നെ അതിനനുസരിച്ച് നമ്മൾ ആവേശം, ആളുകളെ കൂക്കലും എന്തൊരു രസം വെച്ചിട്ട് കാണാത്ത ഒരു പ്രത്യേക തരം വൈബാട്ടോ. അത്രയും ജനങ്ങൾ, നമ്മൾ ഒരു ഏരിയത്തെ ആളുകളൊന്നുമില്ല, ഒരുപാട് ഏരിയത്തെ ജനങ്ങളല്ലേ ഒന്നിച്ച് എല്ലാവരും കൂടി ഭയങ്കര ആവേശത്തിലായിരുന്നു കേട്ടോ. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി. അങ്ങനെ ആദ്യമോന് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യം ഈ കിഴങ്ങിൻ്റെ കാര്യം ഒരു വൃത്തിക്കുറവൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാന്നൊക്കെ വിചാരിച്ചു. കാരണം കഴുകാതൊക്കെ വെച്ച കിഴങ്ങ് പോലൊക്കെ കണ്ടിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിയില്ല. അങ്ങനെ ആദ്യമോന് മുട്ട ബജി ഒന്ന് വാങ്ങിക്കൊടുത്തു. അവനത് നേരെ കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കാച്ചിട്ടിരിക്കാനായിട്ട്. മുട്ട ബജി അന്നൊരു വലിയ വൃത്തിയുള്ള ഫുഡൊന്നും ഇല്ല, എന്നാലും വലിയ കുഴപ്പമില്ല, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡുകൾ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആദ്യമോന് മുട്ട ബജിത്തെ മുട്ട മാത്രം കൊടുത്തു. മറ്റേതൊന്നും തിന്നില്ല, ഓൾറെഡി അത് വലിച്ചെറിയുന്ന സിസ്റ്റമാണ് അവൻ്റെ കയ്യിലുള്ളത്. എനിക്ക് എന്തിനാ നൊലോളിക്കണ ആദ്യേ? ഓൻ്റെ മുട്ട ബജീത്തെ മുട്ട തിന്നും, പെപ്സിലുള്ള മുട്ട ഇന്ത്യയിലുള്ളത് തിന്നു, ഓള പെപ്സത്തെ മുട്ട കൊടുത്തു. എന്നിട്ടാണ് ഇനിയിപ്പം മുട്ട തിന്നാൻ വേണ്ടിയിട്ടുള്ള നൊലോളിയാണ് ആള്. എന്താ ആദ്യം എങ്ങനെ ആയാല് അമ്മൻ്റെ അടുത്ത് മുട്ട ഇല്ല പറ്റി തിന്നില്ലേ? കുട്ടികൾ പൊക്കോൺ കഴിക്കാനെ കണ്ടിട്ടുള്ള ഒരു ആവേശം മൂത്തിട്ടാണ് എൻ്റെ പൊക്കോൺ എന്ന് പറയുന്നത്. മുഴുവൻ കഴിക്കൊന്നുമില്ല, നോക്കാം നമുക്ക്. അതാ പൈസ ഉണ്ടോ വാങ്ങാൻ? വാങ്ങണ്ട വാങ്ങണ്ട, ഏതായാലും ഒരു പണി ജാഗ്രഹിച്ച ഏതായാലും പോയിട്ടോ വാങ്ങിട്ടോ. പൊട്ടറ്റോൻ്റെ റിങ് വേണമെന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്ത് അതിനും വേണ്ടി പോയിട്ടോ. അപ്പം എനിക്ക് അത്ര അതൊന്നും വൃത്തിയൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പം ഞാനത് ആയിക്കോട്ടെ എന്നാ വേണ്ട, മനസ്സിലായി കഴിച്ചോടെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ പൊട്ടറ്റൊക്കെ കാണുമ്പോൾ കേൾക്കാതൊക്കെ വെച്ചില്ല കേട്ടോ. ഉരുളക്കേക്ക് സാധനം തീരെ കേക്കിയിട്ട് വലിയ വൃത്തിയൊന്നും കാണില്ല. പിന്നെ അതിൻ്റെ ഡിസൈനാക്കലും മസാല കൂട്ടലും പൊരിക്കലൊക്കെ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. കഴിക്കാനൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലൊക്കെ തോന്നിട്ടോ കഴിക്കാനും. അങ്ങനെ ആവശ്യത്തിനെ പുറത്ത് ആദ്യമോനും ഞാനും കഴിച്ച്, ആദ്യമോനും കഴിച്ച്, എല്ലാവരും കഴിച്ചാണ് കേട്ടോ. കഴിച്ചിട്ടില്ല എന്ന് പറയില്ല, അങ്ങനെ കുറ്റം പറയണമെന്നില്ല. ഇത് ടേസ്റ്റും ഇതിൻ്റെ രസമൊക്കെ കണ്ട് മയണസൊക്കെ കണ്ട് തേച്ച് തരുന്ന കണ്ട് കാണുമ്പോൾ അതൊരു പ്രത്യേക വൈബാട്ടാ കഴിക്കാനേ.
ഞാൻ ഈ എണ്ണയ്ക്ക് എന്നത്തതാണെന്നൊന്നും എന്നാലും അറിയില്ല, എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പുതിയതായിട്ടൊക്കെ തോന്നുന്നുണ്ട്, നല്ല തെളിയുള്ള എണ്ണയ്ക്ക്. ഇങ്ങനെ കൊള്ളിമേലൊക്കെ നല്ല മുളക്കൊള്ളിയായിട്ട് നല്ല സൂപ്പർ മുളക്കൊള്ളിമേലൊക്കെ നല്ല ചിറ്റി നല്ല സൂപ്പറാക്കി ഇങ്ങനെയൊക്കെ തരുമ്പോൾ ആരായും കഴിച്ച് പോകും, വൃത്തിയാപ്പൊന്നും നോക്കൂല. അപ്പോൾ ഒരുവിധം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മയോണസിൻ്റെ രുചിയും. പിന്നെ ആദ്യമാണ് വാങ്ങി വെച്ച പൊക്കമാണ് പകുതി മുക്കാൽ നിന്നത് ഞാനട്ടോ. ഒരു കുറച്ച് ഭാഗം ഓൻ നിന്നിട്ടുള്ളൂ, അവന് കൂടുതലും ആവേശത്തിൻ്റെ പുറത്ത് കുറച്ച് ചോദിക്കുള്ളൂ, അല്ല കൂടുതലായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ. അതൊരു പ്രത്യേക വൈബാണ് ഈ ഒരു സാധനം. നമ്മൾ പാർക്കിലേക്ക് ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോൾ അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് തിരക്കടില്ല, പോകണതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് അങ്ങനെ പോകുകയെന്നല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ബാധ്യതകൾ തന്നെയാണ്, എന്നാലും വേണ്ടില്ല. നമുക്ക് ഒന്നരാടെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ പോവുള്ളൂ, എന്നുമില്ലല്ലോ, ജീവിതത്തിൽ ഒരിക്കലൊക്കെ അല്ലേ പോവുള്ളൂ. ഇനി ഒരു കൊല്ലത്തിന് തിരിഞ്ഞ് നോക്കണ്ട, ഇനിയിപ്പോൾ ഈ അടുത്ത കൊല്ലത്തെ പോക്ക് മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഏതായാലും ഇനി കൊല്ലമൊന്നും ഞാൻ കൊണ്ടുപോകില്ല എന്ന് വിചാരിക്കണം. ഇനി അടുത്ത ഇക്കൊല്ലത്തെ മഴയോട് കൂടിയുള്ള ആവേശങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ടൂറൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇനി അടുത്ത യാത്രയാണ് എല്ലാവരും. നമ്മളെ പാർക്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇരിക്കാനോ അതേമാതിരി ഫാമിലിയായിട്ട് സംസാരിച്ചിരിക്കാനോ അതേമാതിരി എല്ലാത്തിനും പറ്റിയൊരു കാട് പ്രദേശമാട്ടോ ഇത്, ഈ പാർക്ക് വരുന്നത്. നല്ലൊരു പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോഴൊക്കെ. ഇതേമാതിരി നമ്മളെ ചിപ്പിൻ്റെ തോടൊക്കെ പോലെ തന്നെ അതിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള മൊത്തം സെറ്റപ്പ് അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. ഒരുപാട് ഭംഗിയോട് കൂടി തന്നെ ചെയ്തിട്ടുള്ളത്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല വൃത്തിയോട് കൂടിയാണ്. വെള്ളത്തിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇനിയും ഉണ്ട് കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു പായ വെച്ച് കണ്ട് അതിൽ നീന്തി പോകാനുള്ളത്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ്, പിന്നെ ട്യൂബിൽ നീന്തി വരാനുള്ള ഐറ്റംസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പ്രത്യേകമായിട്ട് അപ്പുറത്തുണ്ട്. പക്ഷെ ഞങ്ങൾ മോനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവന് കൂടുതലായിട്ട് വൈബാക്കുക എന്നുള്ള ലെവലിൽ അവനുള്ള ഉദ്ദേശം മാത്രമേ ഞങ്ങളടുത്തുള്ളൂ. ഞങ്ങൾക്ക് വെച്ചിട്ടുള്ള ഒന്നുമില്ല, കാരണം ഇപ്പോൾ രണ്ടാളും സെപ്പറേറ്റ് ആയിട്ട് പോയി നീന്താനോ അല്ലെങ്കിൽ ചാടി കുളിക്കാനൊന്നും നിന്നിട്ടില്ല. മോൻ്റെ ഇഷ്ടങ്ങളും ഇതൊക്കെ മാത്രമേ ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിലിടയ്ക്ക് ഈ മീനിങ്ങനെ വെള്ളം നിറഞ്ഞിങ്ങനെ ചാടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. അവിടെ ഉള്ളൊരു മുഴുവൻ അതിനായിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങോട്ട് തെറിക്കുന്നോടത്തേക്ക് വന്നുകാണ്ട് ചാടാനും ഇതിനൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഈ ഒരു വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം തെറ്റൊന്നും ഇല്ലാത്തൊരു ഇതാട്ടോ. നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ അവിടെ. നമ്മൾ വെള്ളത്തിൻ്റെ ഇത് തുടങ്ങേണ്ടത് 2 മണിക്കാട്ടോ അവിടെ തുടങ്ങേണ്ടത് തന്നെ. 2 മണിൻ്റെ ശേഷമാണ് വെള്ളത്തിൻ്റെ ഇത് തുടങ്ങുന്നത്. ഭൂരിഭാഗം കുട്ടികളാണ് കേട്ടോ അവിടെ കൂടുതലായിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം ഇതിപ്പോൾ ഒരു വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, പെരുന്നാൾ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികളും ഉമ്മമാരും പിന്നെ ഒരു കുട്ടീനെ ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങിയിട്ട് ഒരു കുട്ടി, ചെറിയ കുട്ടി, ഒരു കോട്ടൻ്റെ ഡ്രസ്സ് ആയിട്ടുണ്ട്. ആ കുട്ടി ആ കോട്ടൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ഇതിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മേലിൽ നിന്ന് ഇങ്ങോട്ട് ഉരുട്ടി കഴിഞ്ഞാൽ ആ കുട്ടി ഇങ്ങോട്ട് നീങ്ങി കിട്ടില്ല. കുട്ടി പാതി വൈക്കലൊക്കെ വന്നുകാണ്ട് തങ്ങി നിൽക്കുക, എന്നിട്ട് കുട്ടീനെ ഇറങ്ങിയാണ്ട് ഇതാക്കുക, കുട്ടി കൊണ്ട് ഉന്തുക, എന്നിട്ടും കുട്ടി നീങ്ങി കിട്ടണില്ല. കാരണം ഈ കോട്ടൻ്റെ ഡ്രസ്സ് ഇട്ട് ചെയ്യുമ്പോൾ അതേമാതിരി ബനിയൻ ക്ലോത്തൊക്കെ ഇട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ ജെയ്സി ടൈപ്പ് ബനിയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട്. അപ്പോൾ ഞാനും ആദ്യമോനും കൂടി ആയിട്ട് അപ്പോൾ വന്നിറങ്ങിയത്. ആദ്യമോനെ ഞാൻ വെള്ളം മുങ്ങാത്ത കോലത്തിൽ പൊന്തിച്ച് പിടിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടി വന്നിട്ട് വന്ന് കിട്ടുക. അതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്. കാരണം കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു സിസ്റ്റമാണത്. ഒരുപാട് ഇതല്ലേ. പിന്നെ അതേമാതിരി അപ്പുറത്ത് ഒരു സാധനമുണ്ട്, ഒരു കീഞ്ഞ് കളിക്കണത്. അതിലും ഇതേമാതിരി തന്നെ കുട്ടികൾക്ക് അവിടെ നിന്ന് കീഞ്ഞ് ഇറങ്ങണ കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ അതേമാതിരി ആ തലയ്ക്കലുണ്ട് ഒരു കുട്ടി കീഞ്ഞ് ഇറങ്ങേണ്ടതുണ്ട്, പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി വരുന്നതുണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റാണ് ഈ മീനിൻ്റെ വെള്ളം ചാടൽ. അപ്പോൾ എല്ലാവരും ഉണ്ട്, പ്രത്യേകമായിട്ട് ഒരുപാട് ജനങ്ങൾ അതിനായിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അത്യാവശ്യം ആൾ വന്നിട്ടുണ്ട് കേട്ടോ, 1-2 ആളൊന്നുമില്ല കേട്ടോ. ഒരുപാട് പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് തീരെ മഴ പെയ്യാത്തൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടെന്ന്. വളരെ നല്ലൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടെന്ന്. കാരണം തീരെ മഴയില്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞ ലെവൽ തന്നെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കാരണം ഞങ്ങൾ ബൈക്കേറ്റ് പോയിട്ട് ഞങ്ങൾ തിരിച്ച് ബൈക്കേറ്റ് പോയിട്ടാണ് ഞങ്ങൾ തിരിച്ച് അതേമാതിരി തന്നെ വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു നല്ലൊരു ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം കേട്ടോ. ആദ്യമോൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാര്യമായിട്ട് ഞങ്ങൾ പോയത് തന്നെ. ഞങ്ങൾക്ക് വെച്ചിട്ട് കാണാൻ വെച്ചിട്ടല്ല, ഞങ്ങൾ അത്ര ഇതുണ്ടായിട്ടില്ല. അങ്ങനെ ആദ്യമോനെ അവിടെ നിന്ന് വെള്ളം ചാട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് വെള്ളത്തിൻ്റെ അവനെ ഇങ്ങനെ കണ്ടിട്ട് ചാടാനൊക്കെ ഒരു കൊതി ആകാംക്ഷയും പൂതിയൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് ഭയങ്കര ചാട്ടം കേട്ടോ. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയുള്ളൊരു ചാട്ടം. കാരണം അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഓനെ പിടിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഇതുണ്ട്, നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ട് കുളത്തിങ്ങനെ ചാടുന്ന ഒരു ഇതുണ്ട് അവിടെയും നല്ല രസമുള്ളൊരു ഇതാട്ടോ. പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അവിടെ. നല്ല തണുത്ത ഏരിയയാണ്. ഈ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് അവിടെ ആ ഭാഗത്തുള്ളത്. പിന്നെ ആദ്യം മോനെ ഒറ്റയ്ക്ക് നമ്മൾ പിടിക്കാതെ ഇങ്ങനെ ചാടാന്നുള്ളൊരു ലെവലിൽ ഇപ്പോൾ അത് അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നമുക്ക് ചാടുന്നതിൻ്റെ ഇടയിൽ കൂടി കുട്ടി തൊട്ടടുത്തുനിന്ന് തന്നെ ചാടുമ്പോൾ തല അടിക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഞാൻ കഴിവതും ശ്രദ്ധിച്ചിട്ട് തന്നെ കേട്ടോ ഞാനത് ചെയ്തിട്ടുള്ളത്. കാരണം അവന്
ചെറിയ ആളല്ലോ, ഓനൊന്നും നിശ്ചയില്ലാത്തല്ലോ, ഒന്നും അറിയാത്തൊരു കുട്ടിയാകുമ്പോൾ പിന്നെ കഴിവതും നമ്മൾ ശ്രദ്ധിക്കലല്ലേ ഏറ്റവും ബെറ്റർ. കുട്ടികളായിട്ട് പോകുമ്പോൾ കുട്ടികളായിട്ട് പോകണവർ ശ്രദ്ധിക്കുന്നിടത്തല്ലേ നമ്മളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മഴ ഇല്ലാത്തത് കൊണ്ട് നല്ല ബെറ്റർ സിസ്റ്റമായിരുന്നു ഇന്ന്. കാരണം ഈ വെള്ളത്തിൻ്റെ ഇതന്നെ നമുക്കറിയില്ലല്ലോ, കാരണം എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നീരിറങ്ങാനും ഒക്കെ സാധ്യത കൂടുതലുള്ളൊരു അതിനകത്തൊന്നുമില്ല കേട്ടോ. നമ്മളെ മുട്ടിൻ്റെ മേലേക്ക് ആയുള്ളൂ, കുട്ടികളെ കഴുത്തിൻ്റെ താഴത്തേക്ക് ആയുണ്ടാവുള്ളൂ കേട്ടോ. അതിനകത്രം വലിയ ഹൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുട്ടികളെ അതിലിറക്കാനും കുറച്ച് പക്വതയുള്ള കുട്ടികളെ അതിൽ ഒറ്റയ്ക്ക് വിടാനൊക്കെ ബെറ്റർ. കാരണം ഈ ചെറിയ കുട്ടികളെ ഒന്നും അറിയാത്ത 2-3 വയസ്സായ കുട്ടികളെ കൈക്ക് വിടുക എന്ന് പറഞ്ഞാൽ അവർക്കിത് ചിന്തിക്കാനോ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. കുളത്തിൽ നിന്ന് കൊത്തി പിടിച്ച് കയറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട് ആൾ. അതിനകത്തുള്ള ഹൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെ ചാടാൻ വേണ്ടിയിട്ടാണ് മാറി നിൽക്കാനൊക്കെ പറയേണ്ടത്. അപ്പം നമ്മളതിനെ അങ്ങനെ വിട്ടു കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ മഴയൊക്കെ ഇപ്പോൾ ഇങ്ങനെ മീനിൻ്റെ തൊള്ളയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടും, മഴയൊക്കെ കൂടി ആയതുകൊണ്ട് ആളുകൾ അവിടെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കലും. അപ്പോൾ പിന്നെ കാണാനൊക്കെ ഒരു പ്രത്യേക ത്രില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഓനെ ഞാൻ നീന്തം പഠിപ്പിക്കുക എന്നുള്ളതിൽ കുറേ പുറത്തൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിയിട്ടോ. കാരണം നീന്തം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, കാരണം അവന് അത്ര ഇതൊന്നും ഇല്ലല്ലോ, ശീലമൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറേ നോക്കി, പിന്നെ ലാസ്റ്റിൻ്റെ പുറത്ത് കൊത്തി പിടിച്ച് കയറിയിട്ട് പിന്നെ ആൾ പുറത്തുനിന്ന് ഇറങ്ങണില്ല കേട്ടോ. കൂടുതലായിട്ടും വെള്ളത്തിൽ നിന്ന് കണ്ട് കുറേ നേരം ഇങ്ങനെ നടന്ന് ഓടി ഇതൊക്കെ കുഴങ്ങി വന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നീന്തം പഠിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ആൾക്ക് നീന്തം പഠിക്കാനുള്ളൊരു ത്രില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓനവിടെ വെള്ളത്തിലിങ്ങനെ ചാടി നടക്കണം എന്നല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. വെള്ളത്തിൽ ചാടി നടക്കുന്നല്ലാതെ വേറെ എക്സ്പീരിയൻസിൽ അങ്ങനെ അവസാന വഴിയായി ഞാൻ നോക്കി കാലം വെച്ച് നീന്തം പഠിപ്പിക്കാമെന്നായിരുന്നു. കാലം വെച്ച് നീന്തം പഠിച്ചിട്ടൊന്നും അവനെ ഇങ്ങനെ നോക്കിയിട്ട് അതൊന്നും ചെയ്യണില്ല. ഓനെ എങ്ങനെയും വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളൊരു ഒറ്റ സിസ്റ്റം അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്. അപ്പോൾ ഞങ്ങൾ പോയി വന്നിട്ടാ ഫ്ലോറ ഫാൻറ്റസിയിൽ പോയി ഇറങ്ങി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എല്ലാവർക്കും ടാറ്റ കൊടുത്താൽ പോകണം വേണ്ട. അപ്പോൾ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞിതാ വീട്ടിലേക്ക് പോകണം. ടാറ്റ കൊടുത്താൽ അവിടെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഇതേമാതിരി അൺലിമിറ്റഡ് മുട്ടിപ്പൊടി, നെയ്ച്ചോറ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കാര്യമായിട്ട്, തട്ടുകടയത്തെ ഫുഡ് അങ്ങനത്തെ ചെറിയ ലൈറ്റ് ഫുഡുകളൊക്കെയാണ് ഞങ്ങൾ കാര്യമായിട്ട് ആശ്രയിക്കൽ കേട്ടോ. കാരണം അതാകുമ്പോൾ വലിയ കേടില്ലാത്ത ഭക്ഷണം എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ മുട്ടിപ്പൊടിയത്തെ ഒരു പ്രത്യേകത, അവിടുത്തെ ഒരു കറി പ്രത്യേക ഒരു രസമായിട്ടാണ്. അത് കൂടുതൽ ഒന്നും ഇല്ലെങ്കിലും ശരി പൂളൊക്കെ ഇട്ടേണ്ട ഒരു പ്രത്യേക തരം കറിയാണ് എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ആ ഒരു ഭക്ഷണം തരുന്ന നേരത്തെ പ്രത്യേകിച്ച് എവിടെ മുട്ടിപ്പൊടി പോകണമെന്നുള്ളൂ കുട്ടിക്ക് വെച്ചിട്ടൊരു ചെറിയ പ്ലേറ്റിൽ സെപ്പറേറ്റും തരും. പിന്നെ ഞങ്ങൾക്ക് 2 ആൾക്കുള്ള സെപ്പറേറ്റ് ചോറും തരും. പിന്നെ അൺലിമിറ്റഡ് ആയതുകൊണ്ട് വേണ്ട മാതിരി കഴിക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ ആദ്യമോ ഉറങ്ങി വീഴ്ചി ഓന് മുട്ടിപ്പടി നെയ്ച്ചോറൊക്കെ തിന്നിക്കണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ, ബായ്.